ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇതുപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഇതിന് കടയിൽ ഒരു 12 രൂപ 15 രൂപ റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് റൗണ്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കുപ്പിൻ്റെ അടപ്പ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീട്ടിലുള്ള ഒരു പഴയ കുപ്പിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ടാണ് റൗണ്ട് വരച്ചെടുക്കുന്നത്. ഒരുപാട് വലിപ്പമൊന്നും വേണ്ട, ചെറിയ റൗണ്ട് മതി. കാരണം നമ്മൾ ടിക്കിൻ്റെ സ്ലൈഡുമ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലവറൊക്കെ മതിയല്ലോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു അളവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതുമ്പോൾ മൊത്തം ഒരു 6 ഇതളുകൾ വരുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതായത് എല്ലാം ഒരു ഏകദേശം അളവിൽ അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഭാഗത്തും 3 മൊത്തത്തിൽ ഒരു 6 ഇതൾ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. എത്രത്തോളം നമുക്ക് ആ ഒരു ഫ്ലവറിനെ നല്ല ഭംഗിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയുമോ അത്രത്തോളം ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുന്ന ആ ഒരു ഹെയർ ക്ലിപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു സ്റ്റെപ്പ് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഫ്ലവറും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 ഫ്ലവറും റെഡിയായി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ലീഫ് വെക്കാനുള്ള ഇതാണ് കേട്ടോ. അതിന് ഗ്രീൻ കളർ ഉപയോഗിക്കാം. അപ്പോൾ അതും തന്നെ ഞാനൊരു ഏകദേശം അളവാട്ട് എടുത്തിട്ടുള്ളത്, അല്ലാതെ ഒരു കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയണില്ല കേട്ടോ. കാരണം ഒരു ചെറിയ ഫ്ലവറാണ്. അപ്പോൾ അതിന് ഏകദേശം നമുക്കൊരു ഫ്ലവർ കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ, അതിന് എത്ര വലുപ്പത്തിലുള്ള ഒരു ഇല വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെ വരക്കാറില്ല. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ലീഫിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിങ്ങനെ 2 ലീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ 2 ലീഫും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അതായത് ഇത് ഈ ഒരു ഗ്ലിറ്റർ ഉള്ള ഭാഗം ചൂട് വരാൻ പാടില്ല കേട്ടോ. അതായത് തിരിച്ചിടാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്മേൽ ഒട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ കൈ പൊള്ളി പോവാതെ നല്ലോണം ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടാക്കാതെ ശ്രദ്ധിക്കുക. കുറഞ്ഞ ചൂടിൽ വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതുമ്പോൾ നമ്മളത് എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കട്ടെ. നമ്മളെ കൈ പൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ 2 ലീഫും 2 ഫ്ലവറും ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല ഒരു ഷേപ്പും ഒക്കെ ആയി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്നുണ്ട്, പൊള്ളക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഇതുപോലത്തെ ടിക്കിൻ്റെ സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ലീഫും ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ടിക്കിൻ്റെ സ്ലൈഡും അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലൂവിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 45 രൂപ റേറ്റിലൊക്കെ ഉള്ളൂ കേട്ടോ. കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതാവുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് എന്താ പറയുക ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിൽ നമുക്ക് എന്താ പറയുക വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് വെറുതെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിക്ക് നല്ലൊരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് ഒന്നുകൂടെ ഭംഗിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കുട്ടികളെ പൊട്ടിയ മാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമുള്ള മുത്തുകളോ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സുമ്മലൊക്കെ ഉണ്ടാവുന്ന സ്റ്റോൺസോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ കളർ ഫ്ലവറുമേ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൊട്ടിയ മാലൻ്റെ മുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അതുമ്പോൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്കിത് കൂടുതൽ ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.